അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, നമ്മൾ ആ കാസർഗോഡ് മഞ്ചേശ്വരത്ത് സ്വന്തം മകളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു പിതാവിൻ്റെ വിഷയം പറഞ്ഞിരുന്നല്ലോ. ഇന്നലെ ആ മനുഷ്യനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കടക്കുന്ന പ്രതികരണം കണ്ടു. ആ മനുഷ്യനെയൊക്കെ വിചാരണ നടത്തിയിട്ട് ജയിലിൽ തീറ്റിപ്പോറ്റല്ല വേണ്ടത്, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. സ്വന്തം മകളെ കൊല്ലാൻ വേണ്ടി നടന്നിട്ട് അതിനെ ക്രൂരമായിട്ട് കൊന്നൊരു മനുഷ്യൻ, എന്തിനാണ് ഈ മനുഷ്യനൊക്കെ ഇനി തീറ്റിപ്പോറ്റുന്നത്? ഇന്നലെ അവിടെ വന്ന് കണ്ടൊരു കാഴ്ച, ആ വീട്ടിലേക്ക് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നു ഒരല്പം പോലും കുറ്റബോധമില്ലാത്തൊരു മനുഷ്യൻ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ അത് കാണുന്നവൻ്റെ ഹൃദയം പൊട്ടും. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ 2 വയസ്സുള്ള മലപ്പുറത്തുള്ള ഒരു കുട്ടി എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് വിസിറ്റിങ്ങിന് പോയതാണ്. ഉമ്മാനായിട്ട് സഫാന എന്ന് പറയുന്ന ഉമ്മാനായിട്ട്, ഷറഫുദ്ദീനാണ് ഉപ്പാൻ്റെ പേര്. അവിടെ നിന്ന് ആ കുട്ടി വാഹനാപകടത്തിൽ മരണപ്പെട്ടൊരു വാർത്ത. അങ്ങനെ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാഹ് എന്തായാലും ആ കുട്ടിയുടെ കാര്യം ആദ്യം പറയാം. സന്ദർശക വിസയിൽ UAE-യിലെത്തിയ 2 വയസ്സുകാരൻ ഷാർജയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചു. മലപ്പുറം ചട്ടിപ്പറമ്പ് സ്വദേശി ഷറഫുദ്ദീന്റെയും സഫ്നയുടെയും മകൻ അലൻ റൂമിയാണ് മരിച്ചത്. പിതാവിനെ സന്ദർശിക്കാൻ കഴിഞ്ഞ മാസമാണ് അലൻ ഷാർജയിലെത്തിയത്. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അലന്റെ മൃതദേഹം ദുബായ് അൽ ഖിസൈസ് ഖബർസ്ഥാനിൽ ഖബറടക്കി. ഈ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞ നെഞ്ച് തകർന്നു പോയി. എന്തൊരു സന്തോഷത്തിലേക്കില്ലേ ആ ഒരു ഉമ്മയും മോനും കൂടിയിട്ട് വാപ്പാൻ്റെ, അതായത് ആ ഒരു ഭർത്താവിൻ്റെ അടുത്തേക്ക് വിസിറ്റിങ്ങിന് പോയിട്ടുണ്ടാവുക. സ്വപ്നങ്ങൾ നിറയെ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരിക്കും. പക്ഷെ പടച്ച റബ്ബിൻ്റെ ഒരു വിധി ഇതായിരിക്കാം, ആ കുട്ടിയുടെ ഒരു മരണം അല്ലാഹ് വിധിച്ചിട്ടുണ്ടാവുക അവിടെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും വിസിറ്റിങ്ങിന് പോകാൻ തോന്നിപ്പിക്കുന്നു. അവിടെ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ കഥ ഉണ്ടാകുന്ന ആ കുടുംബത്തിന് അള്ളാഹു വാപ്പാക്കും അള്ളാഹു ക്ഷമ നൽകട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ വിവരങ്ങളൊന്ന് പങ്കുവെക്കഞ്ഞ് മയ്യത്തും കൊണ്ട് കൊണ്ടുവരും. അത്തരം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാം. നമ്മളെല്ലാവരും കൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തുരക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ പറഞ്ഞിരുന്ന കാസർഗോഡ് മഞ്ചേശ്വരത്തുള്ള ഉമർ ഫാറൂഖ് എന്നുള്ള ഒരു വൃത്തികെട്ട മനുഷ്യനെ ഇന്നലെ അവിടെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നു. ആ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നൊരു സമയത്ത് ആ ജനങ്ങൾ മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം സ്ത്രീകളടക്കം ആക്രോശിച്ചുകൊണ്ട് അവൻ ഇങ്ങോട്ട് ഞങ്ങൾക്ക് വിട്ടുതാ, ഞങ്ങൾ തീർത്തു തരാമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. കാരണം അയാൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ മനസ്സിലായ ഒരു കാര്യം, 3 പേരെ കൊല്ലാനാണ് അവർ വന്നത്. 3 പേരെ കൊല്ലാൻ വേണ്ടി അവൻ കത്തി വാങ്ങിയ കടയിൽ പോയിട്ട് തെളിവെടുപ്പ് നടത്തി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ തിരിച്ചറിഞ്ഞു ഇവിടെ നിന്നാണ് ആ കത്തി വാങ്ങിയത്. ഇവൻ്റെ ഉള്ളിൽ ഇവൻ്റെ ഭാര്യയെ കൊല്ലണം, മകളെ കൊല്ലണം, ഇവൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരാൾ, ഈ 3 പേരെ കൊല്ലാനാ പ്ലാൻ. ഇവനെ എന്തിനാണ് നമ്മളുടെ നികുതി പണം കൊണ്ട് ഇവനെ ജയിലിൽ മട്ടൻ കറിയും ചിക്കൻ കറിയും മീനും ചപ്പാത്തിയും കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്? ഒരു കുറ്റബോധം പോലും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. അവൻ അവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അവൻ ആ വെറും മിനിറ്റുകൾ, ആളുകളുടെ പ്രതിഷേധം ഭയന്നിട്ട് പോലീസുകാർ ഇവനെ മിനിറ്റുകൾ മാത്രമാണ് തെളിവെടുപ്പ് നടത്തിയത്. കേസിൻ്റെ ഭാഗമായിട്ട് തെളിവെടുപ്പ് നടത്തണം, ആ ഒരു മിനിറ്റുകൾ മാത്രം നടത്തിയിട്ട് കൊണ്ടുപോയി. ആ സമയത്ത് ശരിക്കും അവനെ വിട്ടുകൊടുക്കണം. ജനങ്ങൾ തീരുമാനിക്കട്ടെ. പല സ്ഥലങ്ങളിലും നമ്മളങ്ങനെ കണ്ടിട്ടില്ലേ, പലപ്പോഴും പല കുറ്റകൃത്യങ്ങൾ. ഇപ്പോൾ അടുത്തത് ഒരു 3 പേരെ, ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്ന ഒരു പ്രതിയെ എന്തോ ഇതിൻ്റെ നിയമപരമായുള്ള ഒരു വീഴ്ച കാരണം അയാൾക്ക് ജാമ്യം കിട്ടി ഇറങ്ങും. നാളെ ഈ ഉമർ ഫാറൂഖും ജാമ്യം കിട്ടി ഇറങ്ങും. അതുണ്ടാകാൻ പാടില്ല. ശരിക്കും ഞാൻ ഈ പറയുമ്പോൾ നിയമലംഘനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്ക് ജീവിക്കാൻ അർഹതയില്ലല്ലോ. ജയിലിൽ പോയിട്ട് അവൻ നമ്മുടെ നികുതി പണം കൊണ്ട് എന്തിനാണ് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നത്? എന്തിനാണ് അവർക്ക് ദിവസവും ശനിയാഴ്ച മട്ടൻ കറി കൊടുക്കുന്നത്? അതിൻ്റെ ഒരു ലെവലേശം മനുഷ്യത്വത്തിൻ്റെ അതും എനിക്കില്ല. അപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഓൻ്റെ പറമ്പ് ഭാര്യയ്ക്ക് എഴുതി കൊടുത്തിട്ട്, അങ്ങനെയൊന്നും അല്ലത്ര അതിൻ്റെ കാര്യങ്ങൾ. അതായത് ഇവൻ്റെ ദുർനടപ്പ് കാരണം ഇവൻ ശരിക്കും ലഹരിക്കടിമയാണ്. ആ ഭാര്യയോടൊരു തരിമ്പ് പോലും സ്നേഹം ഉണ്ടായിരുന്നില്ല. ഈ ഉമർ ഫാറൂഖിൻ്റെ കുടുംബക്കാരാണ് കുടുംബ സ്വത്ത് എന്ത് ചെയ്തത്, അത് ഭാര്യയുടെ പേരിലേക്ക് എഴുതി കൊടുത്ത. കാരണം ഈ ഭാര്യയും മക്കളും നാളെ അനാഥരാകരുത് എന്ന് കരുതിയിട്ടല്ല. അത് ഇവനല്ലാതെ എഴുതി കൊടുത്തത്. ആ കുടുംബം ആ ഒരു മകളോട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്നേഹം പോലും ഇയാൾ കാണിച്ചിട്ടില്ല, ഒരു തരിമ്പ് പോലും സ്നേഹം കാണിച്ചിട്ടില്ല. എന്നിട്ട് ഇവൻക്ക് വേണ്ടത് ഇവൻ്റെ ലഹരിയെ ആരും ചോദ്യം ചെയ്ത് ഇവൻക്ക് തോന്നിയ പോലെ നടക്കണം.
ഇവൻ ഗൾഫിൽ നിന്നെന്തോ കുറച്ച് കാശ് കൊടുത്ത് ആ ഒരു ഭാര്യയുടെ സഹോദരിയുടെ ഒക്കെ സ്നേഹത്തിൽ ഇതിലാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. അപ്പോൾ അയാൾ 3 പേരെ കൊല്ലാൻ വേണ്ടി ഭാര്യനെ കൊല്ലണം, മകളെ കൊല്ലണം, പിന്നെ ആ ഒരു ഷെയ്ഖ് അബ്ബ എന്ന് പേരുള്ള ഭാര്യയുടെ സഹോദരനെ കൊല്ലണം. ഇതായിരുന്നു ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ മനസ്സിൽ ആ ഒറ്റ താല്പര്യം വെച്ചിട്ടാണ് അവൻ ആ കത്തിയും വാങ്ങിയിട്ട് ആ വീട്ടിലേക്ക് വരുന്നത്. അവൻ്റെ ആ ക്രൂരതയിൽ ആ ഷെയ്ഖ് അബ്ബയുടെ കാലിൻ്റെ തുടക്ക് കുത്തിയപ്പോൾ പിടിക്കാൻ ചെന്നതാണ് ആ പൊന്നുമോള്. +2നോ +1നോ പഠിക്കുന്ന മറിയം ജുമൈല എന്ന് പേരുള്ള ആ പൊന്നുമോള്. ആ പൊന്നുമോളുടെ നെഞ്ചിലേക്കാണ് ഈ പിതാവ് കുത്തിയിറക്കിയത്. ഓൻ്റെ ക്രൂരത അറിയണം എന്നുണ്ടെങ്കിൽ അവർ ഈ കൃത്യം ചെയ്ത് പൊട്ടിക്കരയിൽ അവൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് നോക്കി നിന്നു. അപ്പോഴും കുത്തേറ്റ ഷെയ്ഖ് അബ്ബയാണ് പാവം ആ പെൺകുട്ടി രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുത്തുപോലും മറന്ന്, സ്വന്തം ശരീരത്തിലെ മുറിവ് പോലും മറന്നിട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നിട്ട് ചോര വാർന്നിട്ട് അറ്റാക്കായിട്ടാണ് ആര് മരണപ്പെട്ടത്? ഷെയ്ഖ് അബ്ബ മരണം. രണ്ട് പേരെ കൊന്ന കൊലപാതകി, ഓനെ 3 പേരെ കൊന്ന കൊലപാതകയായിട്ട് കാണാം. ആ തകർന്നു പോയ താഹിറ എന്ന് പേരുള്ള ആ കുട്ടിയുടെ ഉമ്മ, ഇവൻ്റെ ഭാര്യ എന്ന് പറയാൻ തന്നെ ആ സ്ത്രീക്ക് അറപ്പായിരിക്കും. കാരണം ഇതുപോലെ ഒരു കൊലപാതകിയുടെ ഭാര്യയായിട്ട് അറിയപ്പെടാൻ ആരും ആഗ്രഹിക്കില്ല. അപ്പോൾ ആ കുഞ്ഞിനെ ജീവിക്കാനുള്ള അവകാശം നിശ്ചയിച്ച് ഇവന് എന്തിനാണ് ഞാൻ ചിന്തിക്കുന്നതാണ്. ഒരു അപകടം മൂലം അല്ലെങ്കിൽ അറിയാതെ പറ്റുന്ന കൊലപാതകികളുണ്ട്. എന്തെങ്കിലും അടിപിടി നടന്നിട്ട് ആ അടിപിടിയിൽ എവിടെയെങ്കിലും ആൾ തലയടിച്ച് വീണ്, ആ തലയടിച്ച് വീണത് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കാം. ഇതങ്ങനെയല്ലല്ലോ. ഇതൊരു 2-3 മനുഷ്യരെ കൊല്ലാൻ വേണ്ടി വന്നവർക്ക് 2 പേരെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. ഒരു കുറ്റബോധന ലാഞ്ചന പോലും ഇല്ലാതെ ഒരു മഹാനായ ഒരു 2ാമത്തെ ഖലീഫയുടെ പേര് വെച്ച ഈ വൃത്തികെട്ട തെമ്മാടി ഈ ലൈഫിൽ ഇങ്ങനെ ആക്കിയത് അവൻ്റെ ഉള്ളിലുള്ള ലഹരിയാണ്. അപ്പോൾ ആ ലഹരിയിൽ അവൻ തീർത്ത് കളഞ്ഞത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നടന്നിരുന്ന വാപ്പിയും ഉമ്മിയൊക്കെ ഒന്നിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന പൊന്നുമോളാണ്. ആ പൊന്നുമോളെ ഇല്ലാതാക്കിയവർക്ക് ആ ജനങ്ങൾ പറഞ്ഞ പോലെ അവർക്കണ്ട് വിട്ടുകൊടുത്തു നോക്ക്. അവർക്ക് പണ്ട് രാജസ്ഥാനിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. ഈ ആൾ ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ആളാണ്. പക്ഷെ ആരും എന്ത് ചെയ്യലില്ല, കൃത്യമായിട്ട് സാക്ഷി പറയാനൊന്നും പേടിച്ചിട്ട് തയ്യാറാവലില്ല. ഒടുവിൽ കൃത്യമായ സാക്ഷികളില്ലാതെ ഈ കോടതി വെറുതെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം കേട്ടോ. ഒടുവിൽ ആ കോടതി വളപ്പിൽ വെച്ചിട്ടാണ് എന്താ പറയുക, ഇരകളായ സ്ത്രീകളും കുടുംബക്കാരും ചേർന്ന് മർദ്ദിച്ചിട്ട് അയാളുടെ ജീവൻ എടുത്തത്. ഇത്തരം 2 തരം കൊലപാതകങ്ങളുണ്ട്. ഒന്ന് അബദ്ധത്തിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ ചെയ്യുന്ന ആളുകൾ. ഇതുപോലെ പ്ലാനഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ്. കാരണം ഈ ഉമർ ഫാറൂഖിൻ്റെ ലൈഫ് നോക്കുന്ന സമയത്ത് ഭാര്യയോടൊരു തരിമ്പ് സ്നേഹമില്ല, മകളോടൊരു തരിമ്പ് സ്നേഹമില്ല. എന്നിട്ട് അവരെ ശരിക്കും പോലീസുകാരൊരു നിമിഷം കണ്ണടച്ചിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ പല സ്റ്റേറ്റിലും കാണില്ലേ എൻകൗണ്ടർ, കുറ്റവാളികളെ പോലീസ് തന്നെ വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞത് ഇത് നിയമപരമായിട്ട് തെറ്റായിരിക്കാം. പക്ഷേ ഇതുപോലെയുള്ള ചില കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഉള്ളിൽ അറിയാതെ ആഗ്രഹിക്കുമല്ലേ എൻകൗണ്ടർ നടന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ നടക്കലില്ല. ഒരാൾക്ക് നിയമപരമായിട്ട് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അയാളെ വിചാരണ നടത്തി കോടതി കണ്ടെത്തി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരാറ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇവരൊക്കെ ജാമ്യത്തിലിറങ്ങും. ഇയാൾ ജാമ്യത്തിലിറങ്ങിയ അവസ്ഥ വെച്ചൊക്കെ ആ ഭാര്യയുടെ സുരക്ഷിതത്വം. ഇപ്പം ചെന്താമര എന്ന് പറയുന്ന ഒരു പ്രതി നിങ്ങൾക്ക് ഓർമ്മല്ലേ? ആ ചെന്താമര ഒരു സ്ത്രീനെ സ്വന്തം ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണം അടുത്ത വീട്ടിലത്തെ സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീനെ കൊന്നു കളഞ്ഞിക്കുക. ആ സ്ത്രീനെ കൊന്നു കളഞ്ഞിട്ട് ജയിലിൽ പോയ ചെന്താമര പിന്നീട് പറഞ്ഞ് ഞാൻ അവരെ മക്കളെയും കൊല്ലും, അവരെ വീണ്ടും കൊല്ലും എന്നാണ് ബാക്കിയുള്ളവരെ. ഈ ചെന്താമര എന്നിട്ട് ജാമ്യത്തിലിറങ്ങിയപ്പോൾ ആ നേരത്തെ മരണപ്പെട്ടു പോയ സ്ത്രീകളുടെ കുടുംബക്കാർ പറഞ്ഞു, മക്കൾ പറഞ്ഞു, ചെന്താമര ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇത് ചെയ്ത് കളയും, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എവിടെ? ഈ ചെന്താമര ആ സ്ത്രീയുടെ ഭർത്താവിന് ജീവനെടുത്തു. ആ കുട്ടികൾ പേടിച്ചക്കണി. ഇപ്പം ചെന്താമര വീണ്ടും പറഞ്ഞു ഞാൻ വീണ്ടും തീർക്കും ഇറങ്ങേണ്ടി വന്നാൽ, ജീവനുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുന്ന പറയണത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കുറ്റകൃത്യം. ഇവർക്ക് ജയിലിൽ കടന്നാൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ടാവും. ഇത് കുറേ കാലം നിങ്ങൾ ജയിലിൽ ഇവർ എന്തൊക്കെ രീതിയിലാണെങ്കിലും ഒരു പക്ഷേ 2 ദിവസം അല്ലാതെ പിന്നെ ഇവർ നല്ല മനുഷ്യരായിരിക്കും. ഇവർക്ക് വിരോധം ഈ ലോകത്തോടൊന്നും വിരോധമില്ലല്ലോ. ഈ ഒരു ഭാര്യ, മകള്, അതേപോലെ കുടുംബക്കാരോടാ വിരോധം. അപ്പോൾ ജയിലിൽ കഴിയുമ്പോൾ കരുതും ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ കൊലപാതകി ആയതുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും. ഞാൻ മുമ്പ് ഈ കുറ്റകൃത്യം ചെയ്തതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആരൊക്കെ പറഞ്ഞു നിങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്ത്? ഒരിക്കലും ഞാൻ ഈ വൃത്തികെട്ട ഈ നരാധവനെ സപ്പോർട്ട് ചെയ്തതല്ല. ഒരു കുറ്റകൃത്യം എങ്ങനെ ഉണ്ടായി എന്ന് അനലൈസ് ചെയ്ത് പറഞ്ഞതാണ്. അയാളുടെ കുടുംബപരമായിട്ടുള്ള സ്വത്തിൻ്റെ കാര്യം തർക്കങ്ങൾ പറഞ്ഞതാണ്. അല്ലാതെ ഞാൻ ഈ തെമ്മാടിയെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് പ്രാന്താണ്. തെമ്മാടിയെ സപ്പോർട്ട് ചെയ്യാൻ ഇവൻ്റെ വിഷയങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലവലേശം പോലും സിമ്പതി ഇവൻക്ക് എന്താ പറയുക അർഹതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര റേഡിയോ ദിനമാണ്. ഞാനൊരാളെ ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോയിലുള്ള വ്യക്തി ആരാന്ന് പറയാൻ പറ്റും. ഞാനൊരു ക്ലൂ തരാം. ഇയാളുടെ പേരിൻ്റെ കൂടെ എപ്പോഴും നഫീസ എന്നുള്ളൊരു പേര് വരാറുണ്ട്. പിന്നെ എൻ്റെ നാട്ടുകാരനാണ്. നഫീസ എന്നുള്ള ഒരു പേര് ഇയാളുടെ കൂടെ വരാറുണ്ട്. പിന്നെ എൻ്റെ നാട്ടുകാരനാണ്. ഇദ്ദേഹം ഒരു പള്ളിയിൽ, ഞങ്ങളുടെ പന്താവൂർ പള്ളിയിലെ മുക്രിയാണ്, മദ്രസ അധ്യാപകനാണ്.
പിന്നെ എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഈ പേര് റേഡിയോ കേൾക്കുന്നവർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇന്ന് അന്താരാഷ്ട്ര റേഡിയോ ദിനമായതുകൊണ്ടാണ് എൻ്റെ നാട്ടുകാരനായി മനുഷ്യനെ ഞാൻ ചോദ്യമാക്കി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.